കണ്ട് ഓടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. ഓക്കെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ട വാക്യം ഇങ്ങനെയാണ്. സങ്കീർത്തനങ്ങൾ 114 മൂന്നാമത്തെ വാക്യം. സമുദ്രം കണ്ട് ഓടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധിപ്പാൻ യോഗ്യനേ, പാരനേ, പരിശുദ്ധനേ, ആകാശം തന്നെയും ഭൂമി സമുദ്രവും സർവവും സൃഷ്ടിച്ച പരനേ, ആകാശം തന്നെയും ഭൂമി സമുദ്രവും സർവവും സൃഷ്ടിച്ച പരനേ, കുഞ്ഞാടേ നീ ഞങ്ങൾക്കായി തകർന്നു, നിന്റെ പരിശുദ്ധി ഞങ്ങളിൽ പകർന്നു. കുഞ്ഞാടേ നീ ഞങ്ങൾക്കായി തകർന്നു, നിന്റെ പരിശുദ്ധി ഞങ്ങളിൽ പകർന്നു. വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും സർവഭാഷയിലും നിന്നും ദൈവത്തിനായി വിലക്കു വാങ്ങി. വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും സർവഭാഷയിലും നിന്നും ദൈവത്തിനായി വിലക്കു വാങ്ങി. ആരാധിപ്പാൻ യോഗ്യനേ, പാരനേ, പരിശുദ്ധനേ, ആകാശം തന്നെയും ഭൂമി സമുദ്രവും സർവം സൃഷ്ടിച്ച പരനേ, ആകാശം തന്നെയും ഭൂമി സമുദ്രവും സർവം സൃഷ്ടിച്ച പരനേ, നിന്റെ കാരമാകുതടയുവാൻ കഴിയും, നിന്നെ ആർക്കു ചോദ്യം ചെയ്യാൻ കഴിയും. നിന്റെ കാരമാകുതടയുവാൻ കഴിയും, നിന്നെ ആർക്കു ചോദ്യം ചെയ്യാൻ കഴിയും. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും നിന്റെ ഗീതം നടത്തണമേ. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും നിന്റെ ഗീതം നടത്തണമേ. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും നിന്റെ ഗീതം നടത്തണമേ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ സ്വർഗീയ നല്ല വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹവും വിലയേറിയതുമായ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവനും ഭക്തിക്കും കർത്താവെ ഞങ്ങളുടെ നിത്യ നടപ്പിനും ഹാലലിയ ദൈവഭക്തിയോടുള്ള ജീവിപ്പാനും ഹാലലിയ സമൂഹത്തിൽ ഹാലലിയ ദൈവത്തിൻ്റെ തിരുവിധമനുസരിച്ച് ജീവിച്ചൊരു മാതൃകയുള്ളവരായി മാറുവാനും ദേശത്ത് നല്ല സാക്ഷ്യമുള്ളവരായി മാറുവാൻ സഭയിൽ നല്ല സാക്ഷ്യമുള്ളവരായി മാറുവാൻ ദൈവത്തിന് ഇഷ്ടമുള്ള നല്ല മക്കളായി ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ അടിയങ്ങളിലേക്ക് ഹാലലിയ വചനങ്ങളിലൂടെ പകരുമാറാകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. അതിന് ഹാലലിയ കാരണമാകുന്ന ആത്മീയ വചനങ്ങൾ, അതിൻ്റെ സത്യങ്ങൾ, അതിൻ്റെ മർമ്മങ്ങൾ അടിയങ്ങളിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അല്പസമയം ദൈവത്തിൻ്റെ ശബ്ദം ഹാലലിയ കേൾക്കുന്നതായ കർത്താവേ, സഭയ്ക്കുള്ളിലും പുറത്തുമുള്ള ഹാലലിയ മറ്റിടങ്ങളിലായിരുന്ന് ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാലലിയ ഈ ദൈവത്തിൻ്റെ വചനത്താൽ അനുഗ്രഹിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നന്ദി പറയുന്നു. രോഗസൗഖ്യങ്ങൾ നടക്കുന്നതിനായി നന്ദി പറയുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുന്നതിനായി നന്ദി പറയുന്നു. വീര്യപ്രവൃത്തികൾ നടക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് സമാധാനം ദൈവം പകരുന്നതിനായി നന്ദി പറയുന്നു. സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു.
വചനത്തിൻ്റെ ആത്മീയ സത്യങ്ങൾക്ക് എതിരായി നിൽക്കുന്ന എല്ലാ അന്ധകാര പൈശാചിക മണ്ഡലങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ശാസിച്ച് അതിന്മേൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 114 സങ്കീർത്തനം ഹല്ലേലൂയ നാം പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ആത്മീയ പ്രചോദനമാണ് ഹല്ലേലൂയ ഈ ദൈവിക ഭാഗത്തിൽ നിന്ന് നമുക്ക് ദൈവം നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന മാത്രവുമല്ല ഹല്ലേലൂയ ദൈവം ഇസ്രായേലിനെ മിശ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് അവരെ വിടുവിച്ച് അവർക്ക് ഹല്ലേലൂയ നിത്യജീവൻ നടത്തുന്ന ആ അനുഗ്രഹീതമായ കനാൻ ദേശത്തിലേക്ക് നടത്തുന്നതായ അനുഗ്രഹീതമായ ഒരു യാത്രയെയാണ് ഇവിടെ ദൈവം പ്രതിദാനം ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിനു മഹത്വം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ പ്രാരംഭ സമയങ്ങൾ നമുക്കറിയാം. ദൈവത്തിന് മഹത്വം. പ്രാരംഭ സമയം എന്ന് പറയുന്നത് മിശ്രൈം രാജാവ് ഫറവോൻ അവരെ സ്തോത്രം അടിമകളാക്കി. അവർക്ക് യാതൊന്നും, അവർ സത്യദൈവത്തെ കണ്ടറിഞ്ഞു, സത്യദൈവം അവരെ വിളിച്ചു, സത്യദൈവം ഹല്ലേലൂയ അവർക്ക് നിത്യം നടക്കേണ്ടതായ പ്രമാണങ്ങളൊക്കെ ദൈവം കൊടുത്ത് അനുഗ്രഹീതമായിട്ട് അവരെ ഹല്ലേലൂയ മുഖാമുഖം നോക്കി ഹല്ലേലൂയ മുൻപടയായി പിൻപടയായി യഹോവയായ ദൈവം അനുഗ്രഹത്തോട് അവരെ ഹല്ലേലൂയ നടത്തുന്ന ആ പുറപ്പാടിനെ കുറിച്ച്, ആ യാത്രയെക്കുറിച്ചാണ് ഹല്ലേലൂയ വ്യക്തമായി ഇവിടെ ഹല്ലേലൂയ പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. കണ്ട കല്ലിനെയും മരത്തെയും ഹല്ലേലൂയ ഒക്കെ സേവിച്ച് കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ സത്യദൈവം ഏതാണെന്ന് തിരിച്ചറിയാതെ ഹല്ലേലൂയ നടന്നിരുന്ന നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ ദൈവത്തിന് മഹത്വം. ദൈവം അതിൽ നിന്ന് അവരെ വിടുവിച്ച് ഹല്ലേലൂയ മുഴുപട്ടിണിയും ഹല്ലേലൂയ ഒരു നേരത്തെ സ്തോത്രം നല്ല വസ്ത്രത്തിന് വസ്ത്രമെടുപ്പാൻ ഇല്ലാത്ത സാഹചര്യങ്ങളിലും നന്നായി ഭക്ഷണം കഴിപ്പാനോ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട നല്ല വ്യക്തികളുടെ കൂടെ ഹല്ലേലൂയ സഹവാസം ചെയ്യുവാനോ ഭവനങ്ങളിൽ കയറുവാനോ റോഡിലൂടെ നടക്കുവാനോ ഹല്ലേലൂയ ഒന്നും ഹല്ലേലൂയ അധികാരമില്ലാത്ത ഒരു ഇരുണ്ട സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം എന്നെയും നിങ്ങളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ വിളിച്ച് വേർതിരിച്ച് ദൈവം നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന് നടത്തി അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പ്രത്യേക അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്കവിടെ കാണുവാൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവർ കണ്ടു നടക്കുന്ന ചില സാഹചര്യങ്ങളെയാണ് ദൈവം ഇവിടെ നടക്കുന്നത്. ഇതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നാം പ്രാർത്ഥിച്ച് ദൈവിക പാദപീഠത്തിലായിരിക്കുമ്പോൾ ഉപവാസത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ ഫറവോൻ ശക്തി ഹല്ലേലൂയ ഒരു ദൈവ പൈതലിനെ അല്ലെങ്കിൽ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളെ ഹല്ലേലൂയ പലതരത്തിൽ ഹല്ലേലൂയ അടിമകളാക്കി ജീവിപ്പിച്ചെങ്കിലും ഹല്ലേലൂയ എത്രത്തോളം അവർ ഹല്ലേലൂയ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും അതിൽ നിന്ന് ഹല്ലേലൂയ അവർക്ക് വിമുക്തമാകാതെ ആയിരുന്ന സാഹചര്യത്തിൽ ദൈവം തന്നെ ഇടപെട്ട് ദൈവത്തിന് മഹത്വം അവരെ അതിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ദൈവത്തിന് മഹത്വം. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇത് വായിച്ചാട്ടെ. 1-ാമത്തെ വാക്യം. ഇസ്രായേലിനെ വിടുവിച്ചതും മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ. ഹല്ലേലൂയ. 1-ാമത്തെ വാക്യം. ഇസ്രായേലിനെ വിടുവിച്ചതും അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചതും ആണ് നമ്മൾ അവിടെ കാണുന്നത്. ഹല്ലേലൂയ. എന്താണ്? ദരിദ്രരായിരിക്കുന്ന ശത്രുവിൻ്റെ കരങ്ങളിൽ അടിമയായിരിക്കുന്ന
വേണ്ടുന്നതുപോലെ ഭക്ഷണം കഴിപ്പാൻ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ വേണ്ടുന്നതുപോലെ അവർക്ക് സ്വാതന്ത്ര്യമില്ലാതെ ഞെങ്ങി നെരുങ്ങി നിന്ന സാഹചര്യങ്ങളിൽ നിന്ന് നന്നായി സംസാരിപ്പാനോ, നന്നായി അവർ ആഗ്രഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനോ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ, ആ ദൈവത്തിന് യാഗം നടത്തുവാനോ, ആ ദൈവികമാകുന്ന കാര്യങ്ങൾ പരസ്പരം സംസാരിപ്പാനോ ഒന്നും സാഹചര്യമില്ലാത്ത ഇടത്തുനിന്ന് ഫറവോന്റെ ശക്തികളുടെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് തന്നെ നയിക്കുമ്പോൾ, ദൈവത്തിന് മക്കളും ഈ നാളുകളിൽ രോഗത്തിന്റെ അടിമത്തത്തിലായിരിക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ അടിമത്തത്തിലായിരിക്കുമ്പോൾ, കടഭാരത്തിന്റെ അടിമത്തത്തിലായിരിക്കുമ്പോൾ, രോഗത്തിന്റെ അടിമത്തത്തിലായിരിക്കുമ്പോൾ, സാമ്പത്തികമായ ഞെരുക്കത്തിലായിരിക്കുമ്പോൾ, ആഗ്രഹിക്കുന്നത് പോലെ അത് പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ, ഫറവോന്റെ ശക്തികൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ദൈവ പൈതലിനെ തകർക്കുവാൻ നോക്കുമ്പോൾ, നല്ലൊരു ഭവനം ലഭിക്കുവാൻ ചമയ്ക്കുവാൻ ഒക്കാതെ ഇരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന തരത്തിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെ ഇരിക്കുന്ന സാമ്പത്തിക അടിമത്തത്തിലായിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം അടിമത്തത്തിലായിരിക്കുന്ന തന്റെ മക്കളെ വിടുവിക്കുവാൻ സർവശക്തനായ ഒരു ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. അവന്റെ കരം നമുക്ക് വേണ്ടി അനുകൂലമായി വരൂ. പ്രതികൂല മണ്ഡലങ്ങളെ തകർക്കോ, ഫറവോന്റെ ശക്തികളെ തകർക്കോ. അതെത്ര വലിയ കടഭാരമായിക്കൊള്ളട്ടെ, ഏത് വലിയ പ്രതികൂലമായിക്കൊള്ളട്ടെ, ഏത് വലിയ രോഗത്തിന്റെ അനുഭവമായിക്കൊള്ളട്ടെ, ആ ഫറവോന്റെ ശക്തികളിൽ നിന്ന് വിടുവിച്ച് നമ്മെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന, ദൈവന്റെ ജീവന്റെ വചനം കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഈ വിടുതല് തരുന്ന ദൈവത്തിന്റെ പാദമെടുത്തൽ നിങ്ങൾ തലകളെ മടക്കിയാൽ, നിങ്ങൾ മുട്ടുകളെ മടക്കിയാൽ, കർത്താവേ ഫറവോനെ ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തെ, ദൈവത്തിന്റെ മക്കളെ വിടുവിച്ച ഒരു സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഇറങ്ങി വന്നതുപോലെ എന്റെ വിഷയത്തിന് മേല്, എന്റെ കടഭാരത്തിന് മേല്, എന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് മേല്, എന്റെ രോഗത്തിന് മേല്, രക്തത്തിൽ കലർന്ന രോഗമായിരുന്നാല്, മാനസികമായി തകർക്കുന്ന അനുഭവമായിരുന്നാല്, എന്റെ വിഷയത്തിന് മേല് ഇറങ്ങി വരണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പറയുമെങ്കിൽ, ദൈവത്തിന്റെ പൈതലേ, നിന്നെ വിടുവിക്കുവാൻ എന്റെ ദൈവം ഇറങ്ങി വരും. എന്റെ ദൈവം പറഞ്ഞു, നിങ്ങളുടെ സകല കഷ്ടതയും പ്രയാസവും നിങ്ങൾ എന്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്താം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പാം. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്റെ ദൈവമാകുന്നു. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവന്റെ അത്ഭുതങ്ങൾ നിനക്കായി, അവന്റെ അത്ഭുതങ്ങൾ എനിക്കായി, വിശ്വസിക്കുന്ന നിമിഷം തന്നെ അവനെ ചൊരിയുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവത്തിന് മഹത്വമാണ്. അത്ഭുതവാനായ ദൈവമാണ് എന്റെ ഈ ദൈവം. വാക്കുമാറാത്ത ദൈവമാണ്. അവൻ അത്ഭുതം നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. വീണ്ടും പറയുകയാണ്, അവർക്ക് മരുഭൂമിയിൽ വെള്ളം നൽകിയത്, മരുഭൂമിയിൽ വെള്ളം നൽകിയ ദൈവമാണ്. ഒരിക്കൽ നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള സ്തോത്രം ഗ്രേസ് സഹോദരിയൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. അവിടെ മരുഭൂമിയിലെ യാത്ര, മരുഭൂമിയിലെ സാഹചര്യം ദൈവത്തിന് മഹത്വം വളരെ ദുഷ്കരപരമായ കാര്യമാണ്. ദൈവത്തിന് മഹത്വം. മരുഭൂമിയിൽ നടക്കാൻ സാധ്യമല്ല. പകലുള്ള സമയങ്ങളിൽ ഭയങ്കര ചൂടാറുന്ന സ്ഥലമാണ് മരുഭൂമി. അവിടെ നിന്ന് ഒരു നീരുറവ നമുക്ക് ലഭിക്കത്തില്ല. എത്ര ദാഹിച്ച് മരിക്കുമെന്ന് പറഞ്ഞാലും, മരിക്കാൻ പോവുകയാണെങ്കിലും അല്പ വെള്ളത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മരുഭൂമിയിൽ ലഭിക്കുകയില്ല. ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണ് ഹാഗാറിന്റെ കുഞ്ഞ് മരുഭൂമിയിൽ മരിക്കാറായ സാഹചര്യത്തെ വചനം ശക്തമായി പ്രതിപാദിച്ച് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, അസാധ്യമായ ആ മരുഭൂമിയിൽ, സാഹചര്യമില്ലാത്ത ആ മരുഭൂമിയിൽ
ഹാലലൂയ ഒരാൾക്കല്ല, ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമല്ല, ഹാലലൂയ താൻ ഹാലലൂയ വിളിച്ചിറക്കി കൊണ്ടുവന്ന 600,000 പേർക്ക് ഹാലലൂയ വലിയ ഒരു യാതിയായി കടന്നു പോകുമ്പോൾ ഹാലലൂയ 600,000 പേർക്ക് ഹാലലൂയ ആവശ്യത്തിന് കുടിപ്പാനും കുളിപ്പാനും ആവശ്യത്തിനനുസരിച്ച് അവരുടെ മൃഗങ്ങൾക്കും ഒക്കെ കുടിപ്പാൻ തക്കവണ്ണം മരുഭൂമിയിൽ കിടന്ന ആ കുഞ്ഞിന്റെ നിലവിളി കേട്ട് അതിനെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആ നിലവിളി, കുഞ്ഞിന്റെ നിലവിളി ദൈവം കേട്ട് ഹാലലൂയ മരുഭൂമിയിൽ നീരുറവയെ തുറന്നു കൊടുത്തു. നീരുറവയെ തുറന്നു കൊടുത്തത് മാത്രമല്ല, ഹാലലൂയ ആ മരുഭൂമിയിൽ തന്നെയാണ് ഹാലലൂയ ആ പ്രിയ പൈതൽ വളരുവാനും അവന് അഭ്യാസങ്ങൾ നടത്തുവാനുള്ള സാഹചര്യങ്ങളും വിദ്യാഭ്യാസം നടത്തുവാനുള്ള സാഹചര്യങ്ങളും ഹാലലൂയ താമസ എല്ലാ തലത്തിലും അവൻ വളർന്നു വലുതാകുന്ന തലത്തിൽ ആ മരുഭൂമിയെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മലർവാടിയാക്കി ദൈവം കൊടുത്തു. അതാണ് ഇന്ന് നാം വിദേശത്ത് നമ്മളത് കാണുവാൻ തക്കവണ്ണം ഇടയാകുന്ന സമ്പത്തിൻ്റെ എല്ലാം ഉറവിടമായിട്ട് ഹാലലൂയ. എന്താണ് നമ്മളിവിടെ കുഴിച്ച് വെള്ളം കോരുമ്പോൾ അവർ കിണർ കുഴിക്കുമ്പോൾ, കുഴികൾ കുഴിക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിട്ടുന്ന സമ്പത്ത് അവർക്ക് അവരുടെ കിണറുകളിൽ നിന്ന് ലഭിക്കാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസലോട് പോകട്ടെ. ദൈവം അത്ഭുതങ്ങൾ നടത്തും. ദൈവം അത്ഭുതങ്ങൾ നടത്തും. പ്രൈസലോട്. അതുകൊണ്ടാണ് പ്രിയരെ എന്നെയും ദൈവം ഈ സ്ഥാനത്ത് നിർത്താൻ തക്കവണ്ണം ഇടയായത്. ദൈവത്തിന് മഹത്വം. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഹാലലൂയ. അവൻ അത്ഭുതം അവൻ ചെയ്യുന്ന അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഹാലലൂയ പ്രവചനത്തിലൂടെയോ വെളിപ്പാടുകളിലൂടെയോ ദർശനങ്ങളിലൂടെയോ ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന ഒരു വാക്ക് കഴിഞ്ഞ നാളുകൾക്ക് മുൻപ് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് പറയുന്നെങ്കിൽ ഹാലലൂയ അത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ചെയ്യുക തന്നെ ചെയ്യും. അത് ചെയ്യുക തന്നെ ചെയ്യും. ഹാലലൂയ. ദേശത്ത് നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്റെ ദൈവം കൊണ്ടുപോകും. നിന്റെ കടഭാരങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞു. അവൻ വിടുവിക്കുക തന്നെ ചെയ്യാം. നിന്റെ തലമുറയെ മാനിക്കാമെന്ന് എന്റെ ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അത് ചെയ്യുക തന്നെ ചെയ്യാം. നിന്നയെ മാറ്റുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? നിന്റെ നിന്നകളെ ദൈവം മാറ്റും. എന്റെ യേശു വാക്കുമാറാത്ത ദൈവമാണ്. എന്റെ യേശു വാക്കുമാറാത്തോൻ, എന്റെ യേശു വാക്കുമാറാത്തോൻ, എന്റെ യേശു വാക്കുമാറാത്തോൻ, എന്റെ യേശു വാക്കുമാറാത്തോൻ. ഈ മൺമാറും പിന്മാറും മധ്യരെല്ലാം വാക്കുമാറും. എന്റെ യേശു വാക്കുമാറാത്തോൻ. ഈ മൺമാറും പിന്മാറും മധ്യരെല്ലാം വാക്കുമാറും. എന്റെ യേശു വാക്കുമാറാത്തോൻ. ഹല്ലേലൂയ. എന്റെ യേശു വാക്കുമാറാത്ത ദൈവമാണ്. ദൈവത്തിന് മഹത്വം. നാളുകൾക്ക് മുന്നമേ ഞാൻ എൻ്റെ അപ്പൻ എന്നെ അടിച്ചിറക്കി എൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ചുറ്റുകളഞ്ഞ് എൻ്റെ ഡ്രസ് എൻ്റെ രൂപത്തിൽ വെട്ടിയരിഞ്ഞ് കളഞ്ഞിട്ട് നിന്നെയാണ് ഞാൻ വെട്ടിക്കൊന്നിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ പിതാവിനെ കുറിച്ച് എന്നോട് ദൈവം വാഗ്ദത്തം പറഞ്ഞു. നിന്നെ ആരും നിന്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുമോ ആ വ്യക്തിയെ നീ സ്നാനപ്പെടുത്തുമെന്ന് പറയാൻ തക്കവണ്ണമിടയായി. നിനക്ക് എതിരായി എഴുതിയിരിക്കുന്ന സകല രേഖകളും ഞാൻ തിരുത്തി കുറിച്ച് നിനക്ക് അനുകൂലമാക്കി തരുമെന്ന് എൻ്റെ ദൈവം വാക്ക് പറഞ്ഞു. ദൈവാത്മാവിൽ പ്രിയരെ, നാളുകൾ കഴിഞ്ഞ് 90-ാമത്തെ വയസ്സിൽ എന്നെ അടിച്ചിറക്കിയ പിതാവിനെ സ്നാനപ്പെടുത്തുവാൻ, ഈ കൈകൊണ്ട് ഹാലലൂയ സ്നാനപ്പെടുത്തുവാൻ എൻ്റെ ദൈവം എന്ത് ചെയ്തു? ഹാലലൂയ പുത്തൂർ സോളമൻ പാസ്റ്ററിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഹാലലൂയ എൻ്റെ പിതാവിനെ എന്നെ കൊണ്ട് സ്നാനപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. ഇവിടെയാണെന്ന് തോന്നി 21 ദിവസം ഉപവാസം കഴിഞ്ഞ് ഹാലലൂയ എൻ്റെ പിതാവ് കൊണ്ടുണ്ടായിരുന്നു. ഹാലലൂയ സ്നാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. മാത്രമല്ല എൻ്റെ പിതാവ്, ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് എൻ്റെ ഹാലലൂയ വസ്തു എഴുതി എൻ്റെ മൂത്ത സഹോദരിക്ക് കൊടുത്തു. സഹോദരി അത് കൊണ്ടുവച്ച് ലോൺ എടുത്ത് എല്ലാ രേഖകളും തനിക്ക് അനുകൂലമാക്കി. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. ദൈവത്തിന് മഹത്വം. അനുകൂലമാക്കി. പ്രിയരെ, ഞാനൊരു കാര്യം പറയട്ടെ. അതെന്ത് ചെയ്തു? നാളുകൾ കഴിഞ്ഞ് ആ രേഖകളെ തിരുത്തി കുറിച്ച് ഹാലലൂയ എൻ്റെ പിതാവും ആ വസ്തു എഴുതി വാങ്ങിച്ച സഹോദരിയും കൂടെ തിരിച്ച് എനിക്ക് പ്രമാണം എഴുതി തരുവാൻ തക്കവണ്ണമിടയായി. നാളുകൾക്ക് മുന്നമേ ദൈവം പറഞ്ഞതാണ്, നിനക്കെതിരായി എഴുതിയ രേഖകളെ ഞാൻ എന്ത് ചെയ്യും? തിരുത്തി കുറിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം. ദേശം നിനക്കെതിരായി വിധി എഴുതിയാൽ, നിന്റെ തലമുറയെ കുറിച്ച് വിധി എഴുതിയാൽ, നിന്റെ ഭാവിയെ കുറിച്ച് വിധി എഴുതിയാൽ,
ഹാലലിയ ശത്രു നിന്നെ നോക്കി വിധി എഴുതിയാൽ, നീ ഒരു നല്ല ഭവനം വെക്കുകയില്ലെന്ന് പറഞ്ഞ് വിധി എഴുതിയാൽ, ഹാലലിയ തലമുറ നശിക്കുമെന്ന് വിധി എഴുതിയാൽ, ഓടിന്റെ വേല തകർന്നു പോകുമെന്ന് വിധി എഴുതിയാൽ, ഹാലലിയ നീ തകർന്നു പോകുമെന്ന് വിധി എഴുതിയാൽ, ഹാലലിയ ശത്രുവിന്റെ സകല വിധിയെയും സകല പത്രത്തെയും മാറ്റി എഴുതി നിനക്ക് അനുകൂലമായ ഒരു വിധി എന്റെ കർത്താവ് എഴുതുവാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞ എന്റെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. ഇസ്രായേൽ ജനത്തെ നോക്കി ദൈവം പറഞ്ഞു, അബ്രഹാമിനെയാണ് വിളിച്ചിറക്കിയത്. വിളിച്ചിറങ്ങിയപ്പോ പറഞ്ഞു, ഹാലലിയ നിന്റെ തലമുറയെ ഞാൻ മാനിക്കും, നിന്റെ തലമുറയെ ഞാൻ മാനിക്കും. അബ്രഹാമിന്റെ തലമുറ, ഹാലലിയ അബ്രഹാമിന് തലമുറയില്ലാതെ താൻ ഹാലലിയ മമ്രയുടെ തോപ്പിൽ വളരെ ഭാരപ്പെട്ട് പ്രയാസത്തോടെ ഇരിക്കുകയാണ്. ഹാലലിയ ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ ഇറങ്ങി വന്നു കേട്ടോ. ഹാലലിയ അബ്രഹാം അറിഞ്ഞില്ല, അബ്രഹാം അറിഞ്ഞില്ല. ഹാലലിയ ഇറങ്ങി വന്ന ദൈവവചനപ്രകാരം ഹാലലിയ കടന്നു വരുന്നവരെ ഹാലലിയ ആദരിച്ചതുകൊണ്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ആദരിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം. കടന്നു വന്ന മനുഷ്യ അവർ ദൈവദൂതന്മാരാണെന്ന് അബ്രഹാം അറിഞ്ഞില്ല. അവന്റെ നിലവിളി ഇതായിരുന്നു, ഹാലലിയ ദൈവമേ, ഹാലലിയ ഏറിയ ഹാലലിയ 71 വർഷങ്ങൾക്ക് മുന്നമേ നീ എന്നെ വിളിച്ചു വേർതിരിച്ചു. നീ പറഞ്ഞതുപോലെ ഞാൻ ഇറങ്ങി തിരിച്ചു. ഹാലലിയ ഞാൻ എന്ത് ചെയ്തു? നീ പറഞ്ഞ ഇടം വിട്ടിട്ട് ഹാലലിയ നീ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ കടന്നുപോയി. ഹാലലിയ ഹാലലിയ ആ പട്ടണം വിട്ടിട്ട്, തന്റെ ചേർച്ചക്കാരെ വിട്ടിട്ട്, സകലരെയും വിട്ടിട്ട് ദൈവം പറഞ്ഞ ഇടത്തേക്ക് കടന്നുപോയി. ഇത്രയും നാൾ എനിക്ക് 100ാമത്തെ വയസ്സാകുന്നു, എനിക്കിതുവരെ തലമുറ ഉണ്ടായില്ല. നീ എനിക്ക് തലമുറയെ തരാമെന്ന് വാക്ക് പറഞ്ഞതാണ്. ഹാലലിയ നീ എനിക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും നീ എനിക്ക് തലമുറയെ തരാമെന്ന് പറഞ്ഞിട്ടും ഏറിയ വർഷം കഴിഞ്ഞു, 100ാമത്തെ വയസ്സായി, എനിക്കിതുവരെ തലമുറയെ തന്നില്ല. ഹാലലിയ എന്നുള്ള നിലവിളിയോട് താൻ ആയിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം. 90 വയസ്സായ തൻ്റെ ഭാര്യയുടെ ഹാലലിയ ഗർഭപാത്രം ഹാലലിയ നിർജീവമായി പോയി. ഹാലലിയ 100 വയസ്സുള്ള ദൈവഭക്തൻ ഹാലലിയ നിർജീവമായ ഗർഭപാത്രമുള്ള തൻ്റെ ഹാലലിയ പ്രിയതമ തൻ്റെ ഭാര്യ ഇനി എങ്ങനെ തലമുറയുണ്ടാകും എന്ന് ശങ്കിച്ചുകൊണ്ട് ഹാലലിയ താനായിരിക്കുമ്പോൾ വാക്കു പറഞ്ഞ ദൈവം എന്റെ നിലവിളി ഹാലലിയ ഏകനായിരുന്ന് നിലവിളിച്ച അബ്രഹാമിന്റെ നിലവിളി കേട്ട സ്വർഗത്തിലെ ദൈവം ആരും അറിയാതെ, അബ്രഹാം പോലും അറിയാതെ, സാറയെ അറിയാതെ ഹാലലിയ അവൻ ഇരുന്നിടന്ന് ഇടത്തേക്ക് ഇറങ്ങി വന്നു. ഹാലലിയ തന്റെ ഭക്തനായിരുന്ന ഹാലലിയ അവിടത്തേക്ക് ഇറങ്ങി വന്നു, ആ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്നു. നാളുകൾക്ക് മുൻപ് നിന്റെ നിലവിളി കേട്ട നാളുകൾക്ക് മുൻപ് നിന്റെ നിലവിളി കേട്ട നാളുകൾക്ക് മുൻപ് നിന്നോട് വാക്തത്വം പറഞ്ഞ ആ വാക്തത്വങ്ങൾ ഒരിക്കൽ നിന്നോട് പറഞ്ഞെങ്കിൽ ഈ നാളുകളെ വാക്തത്വ നിവർത്തീകരണത്തിന് വേണ്ടി നീ നിലവിളിക്കുകയാണോ ദൈവവേദലേ? നീ ഇരിക്കുന്നിടത്തേക്ക്, നിന്റെ കൂടാരത്തിലേക്ക് എന്റെ ദൈവം ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ദൈവം അത് ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ആരും അറിഞ്ഞില്ല. ഹല്ലേലൂയ. സാറയോട് പറഞ്ഞു, സാറേ നീ വരുന്ന പ്രാവശ്യം ഇതേ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? നിനക്കൊരു തലമുറയെ വിശ്വസ്തന. ഹല്ലേലൂയ. മനസ്സിൽ ഭാരത്തോടും ശങ്കയോടും കൂടി ആയിരുന്നെങ്കിലും ദൈവത്തിന് മഹത്വം. എൻ്റെ ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിനെ കണ്ടപ്പോ ശ്രദ്ധിക്കണം, അബ്രഹാമിന് എന്തില്ല? തലമുറയില്ല. പക്ഷെ ആ ദൈവം ഒരു കാര്യം കണക്കിട്ട് എന്തെന്നറിയാമോ? എന്നെ അറിയാതെ, ഞാൻ ദൈവദൂതനാണെന്നറിയാതെ എനിക്ക് വേണ്ടി അബ്രഹാം എന്ത് ചെയ്തു? നല്ല ഭോജനം കൊടുത്തു, ബഹുമാനിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? അബ്രഹാമിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് നീ ദൈവത്തിന് മഹത്വം അബ്രഹാമിന് ദൂതന്മാർക്ക് കൊടുക്കുന്നെങ്കിൽ, ദൈവനാമത്തിൽ കൊടുക്കുന്നെങ്കിൽ, വചനമനുസരിച്ച് കൊടുക്കുന്നെങ്കിൽ ഹാലലിയ നിന്റെ 4ാമത്തെ തലമുറയെ ഹാലലിയ വാങ്ങിക്കാൻ പ്രാപ്തനായി എൻ്റെ ദൈവമായി. ഹാലലിയ. അബ്രഹാം കണക്കിട്ട് അബ്രഹാമിനെ നോക്കിയിട്ട് അബ്രഹാമിനെ നോക്കിയപ്പോൾ ദൈവം കണ്ടത് ഹാലലിയ ഇസഹാക്കിനെ യാക്കോബിനെ ഒന്നുമല്ല, ഹാലലിയ 12 ഗോത്രങ്ങളിൽ 4ാം തലമുറക്കാരനായ ഹാലലിയ ആരെയാണ്? ദൈവത്തിന് മഹത്വം. ദൈവത്തെ സേവിക്കുന്ന ലേവിയ ഗോത്രത്തെ കാണാൻ തക്കവണ്ണം ഇടയായി. പുറമേ മക്കളൊന്നും കണ്ടില്ല, ഇസഹാക്കിനെ കണ്ടില്ല, യാക്കോബിനെ അവന്റെ അടുത്ത തലമുറയാകുന്ന യാക്കോബിനെ കണ്ടില്ല, അതിന്റെ അടുത്ത തലമുറയെ കണ്ടില്ല, ജോസഫിനെ ഒന്നും കണ്ടില്ല. പക്ഷേ ദൈവം കണ്ടു 4ാമത്തെ തലമുറയായി വരുന്ന
ഹല്ലേലൂയ ലേവ്യ ഗോത്രത്തെ ദൈവത്തെ സേവിക്കുന്ന ബാക്കി 11 ഗോത്രവും അബ്രഹാമിന്റെ 4ാം തലമുറക്കാരനായ ലേവ്യ ഗോത്രത്തിന് ഹല്ലേലൂയ ദശാംശം കൊടുക്കുന്ന തലത്തിലേക്ക് ദൈവം കാണുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് പകൽക്കാലം ദൈവപാദപീഠത്തിലായിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മെ അല്ല അവൻ കാണുന്നത്, നിന്നെ മാത്രമല്ല നിന്റെ തലമുറയിൽ വരുന്ന അനുഗ്രഹീതമായ ഒരു തലമുറയെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ, 4ാം തലമുറയുടെ ദൈവം കാണും. ഇന്ന് നീ ദൈവത്തിന് കൊടുത്താൽ അന്ന് അനേകം നിനക്ക് നിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു തലത്തിലേക്ക് എന്റെ ദൈവം നിന്നെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ സമയം ഹല്ലേലൂയ കടന്നു പോകുന്നല്ലോ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടെ ഹല്ലേലൂയ 1-2 കാര്യങ്ങളിലൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ അവസാനിപ്പിക്കാം. ദൈവത്തിന് മഹത്വം. അതിന്റെ വായിക്കാം. അതിന്റെ മൂന്നാമത്തെ വാക്യം, സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി. സമുദ്രം ഹല്ലേലൂയ ആരാ എന്തോ പറഞ്ഞത്? സമുദ്രം കണ്ട് ഓടി. ആരെ കണ്ടപ്പോഴാ? ദൈവത്തിന്റെ ദാസീദാസന്മാരെ, ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ പുരോഹിതന്മാരെ. ഇന്ന് നീ ദൈവത്തിന് വേണ്ടി പുരോഹിത വേല ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, യഹോവയുടെ പെട്ടകവും ചുമന്ന് അന്നത്തെ കാലത്ത് തോളിൽ ചുമന്നുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട മോശ 600,000 പേരുമായിട്ട് പിറകോട്ട് നോക്കിയപ്പോൾ തങ്ങളെ കന്നുകളയാൻ വരുന്ന ഫറവോന്യ സൈന്യങ്ങൾ ദൈവത്തിന് മുഖത്ത് 2 ഭാഗങ്ങളിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് കയറാൻ കഴിയാത്ത തരത്തിലുള്ളതായ വൻമലകൾ, മുൻപോട്ട് നോക്കിയപ്പോൾ ആർത്തിരമ്പുന്ന സമുദ്രം. എങ്ങനെ രക്ഷപ്പെടും? ഒരു സാധ്യതയുമില്ല, ഇവിടെ തകർന്നു പോകും എന്ന് ചിന്തിച്ച് കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, അവിടെ ആയിരുന്നെങ്കിൽ അല്പം പട്ടിണി ആയിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, വെള്ളത്തിൽ മുങ്ങി ചാകേണ്ടി വരത്തില്ല. എന്നാൽ ഭക്തന്റെ നിലവിളി കേട്ടു ദൈവം മോശ നേരെ ദൈവമുഖത്തേക്ക് നോക്കി. അവൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നീ എന്നെ വിളിച്ച് വേർതിരിച്ചതാണ്, നീ പറഞ്ഞിട്ടാണ് ഈ ജനത്തെയും കൊണ്ട് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. എനിക്ക് കഴിവില്ലാത്തവനായിരുന്നു. അത്ഭുതങ്ങളെ നടത്തി 10 ബാധകളെ അയച്ച് ഫറവോൻ ശക്തിയെ പരാജയപ്പെടുത്തി ജനത്തെ കൊണ്ട് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ ഇതാ മരണത്തിന്റെ തിരമാലകൾ, മരണത്തെ മുഖാമുഖം കാണുന്നു. തിരിഞ്ഞോടാൻ കഴിയത്തില്ല, ശത്രു വെട്ടിക്കൊന്നുകളയും, തകർത്തുകളയും, ഇരുമലകളിലേക്ക് കയറാൻ കഴിയുകയില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നിലവിളിച്ച മോശയുടെ കണ്ണുനീരിന് മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാലോ, ഒരു മന്ത വെള്ളം ഒഴിച്ചാലോ, ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ അന്നേരം അതെന്ത് ചെയ്യും? കുതിച്ചങ്ങട്. അതേപോലെയുള്ള തീക്കല്ലിനകത്ത് വെള്ളത്തെ നിർത്തി ജലതടാകമാക്കി ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുമെന്ന്. എത്ര പ്രതികൂല സാഹചര്യത്തിലും നമ്മളെ ദൈവം ചെയ്യും, നമ്മളെ സഹായിക്കും. വിശ്വസിക്കുക, ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾ അത്ഭുതങ്ങൾ കണ്ടവരാണ്, നമ്മൾ അടയാളങ്ങൾ കണ്ടവരാണ്. കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തന്നത് നമ്മൾ അനുഭവിച്ചവരാണ്. അവൻ സൗഖ്യമാക്കിയത് നമ്മൾ അനുഭവിച്ചവരാണ്. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നമ്മളത് അനുഭവിച്ചവരാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം തീക്കല്ലിനെ നീരുറവയാക്കി. ഹല്ലേലൂയ. പെറ്റ തള്ള മറന്നാലും, ഭാര്യ മറന്നാലും, ഭർത്താവ് മറന്നാലും, കുഞ്ഞുങ്ങൾ മറന്നാലും, ആരെല്ലാം മറന്നാലും, ആരെല്ലാം നിന്ദിച്ചാലും, ആരെല്ലാം പരിഹസിച്ചാലും, ഇറക്കി വിട്ടാലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. അസാധ്യങ്ങളെ എൻ്റെ ദൈവം സാധ്യമാക്കി തരും. സഹായിപ്പാൻ അവിടെ കൂടെയുണ്ട്. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു
പ്രാർത്ഥിക്കാം. പരിശുദ്ധരായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹവും വിലയേറിയതുമായ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ജീവന്റെ ശബ്ദ വചനം നീ ഞങ്ങൾക്ക് തന്നു കർത്താവേ. ഞങ്ങൾക്ക് ബലപ്പെടുവാൻ, ഞങ്ങൾ വിശ്വസിച്ച് ഉറയ്ക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. ദൈവിക വചനത്തിൽ പറയുന്ന എല്ലാവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും ആത്മീയ വിടുതലുകളാലും കർത്താവേ, ദൈവജ്ഞാനത്താലും ദൈവിക പരിജ്ഞാനത്തിൽ നിറച്ച് കർത്താവെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, രോഗികളായിരിക്കുന്നവരെ രോഗസൗഖ്യം കൊടുത്ത്, മാനസികവും ശാരീരികമായ ഭാരത്താലായിരിക്കുന്നവർക്ക് വിടുതൽ കൊടുത്ത്, അവിടെയൊക്കെ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ ദൈവിക വിടുതൽ കൊടുത്ത് അവരെ മാനിച്ച് അനുഗ്രഹിക്കും. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നന്ദി പറയുകയാണ്. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും പ്രാർത്ഥിച്ച സകല വിഷയങ്ങൾക്ക് വേണ്ടി ഇന്നു മുതൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വരെ